രാകേഷയുടെ കഴിഞ്ഞ 25 വർഷമായിട്ട് പറവൂരുകാർക്ക് വേറൊരു ഓപ്ഷനേ ഇല്ല. വി.ഡി. സതീശൻ മാത്രമാണ്. ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് വേറൊരു ജെൻസി തലമുറ, ഇപ്പോഴത്തെ തലമുറയെ നമ്മൾ അങ്ങനെയാണല്ലോ പറയാം, അവരൊന്നും വേറൊരു സ്ഥാനാർത്ഥിയെ പോലും പറവൂര് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ CPI മറ്റൊരു ചുവടുമാറ്റം നടത്തുകയാണ്. കുറച്ചുകൂടി ശക്തനായിട്ടുള്ള കയ്പമംഗലത്ത് 2 തവണ വിജയിച്ച ടൈസൺ മാസ്റ്ററെ കൊണ്ടുവരികയാണ്. എന്തായിരിക്കും സാധ്യത? പുള്ളിക്ക് അവിടെ വേറൊരു ചരിത്രം രചിക്കാൻ പറ്റുന്ന രാജേഷേട്ടൻ കരുതുന്നുണ്ടോ? അമൃതയുടെ ആ ചോദ്യത്തിന് തുടക്കം ഉണ്ടല്ലോ, പറവൂരുകാർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാന്ന്. ചിലപ്പോൾ അവർക്കൊരു നല്ലൊരു ഓപ്ഷൻ കിട്ടിയാൽ അത് എടുക്കത്തില്ലേ? നല്ല ഓപ്ഷനാണ് ടൈസൺ മാസ്റ്റർ. ടൈസൺ മാസ്റ്റർ ഒരു മോശം ഓപ്ഷനാണെന്ന് പറയാൻ പറ്റുമോ? പക്ഷേ വി.ഡി. സതീശനാണ് ഓപ്പോസിറ്റ് ഉള്ളത് എന്ന് പറഞ്ഞൊരു കാര്യം. തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പറവൂര് മേൽക്കൈ സതീശന് തന്നെയാണ്. ആ കാര്യത്തിൽ നമ്മൾ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും എതിരഭിപ്രായം ഉണ്ടാവില്ല. പക്ഷേ കഴിഞ്ഞ തവണത്തിലേക്ക് പോലെ ഈ പറവൂർ എന്നൊരു മണ്ഡലം, അവിടെ സതീശൻ ജയിക്കുന്നു വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അത് ഉറപ്പായിട്ടും പുള്ളി ഈസി വാക്കുറായിട്ട് പോകുമെന്ന് പറയാം. പക്ഷെ ഇപ്പം നമ്മൾ ഉൾപ്പെടെ പറവൂരിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങിയില്ലേ? അത് തന്നെയല്ലേ ടൈസൺ മാഷിന്റെ വിജയം? അല്ല, ടൈസൺ മാഷിന്റെ വിജയത്തെക്കാൾ കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് പറവൂർ വിജയിച്ചാൽ പിന്നെ ഈ തവണയും വി.ഡി. സതീശൻ ചരിത്രം മാറ്റാതെ, ചരിത്രത്തിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാതെ 25ാമത്തെ തവണയും പുള്ളി തന്നെ അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രി പദമാണ് കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കണം പറവൂര് ചർച്ച ചെയ്യപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ ചോദ്യം നമ്മുടെ തന്നെ ഈ ചർച്ചയും അല്ലെങ്കിൽ പൊതു രാഷ്ട്രീയ മണ്ഡലം മൊത്തത്തിലും ചർച്ച ചെയ്യുന്നതും ഈ സതീശൻ ഇവിടുന്ന് ജയിച്ചു വന്നാൽ മുഖ്യമന്ത്രിയാണ് ആകുമെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ആ മണ്ഡലം ഒരു ചർച്ചാ വിഷയമായി മാറി എന്നത് തന്നെയാണ് CPI ആണെങ്കിലും ടൈസൺ മാഷാണെങ്കിലും നേടിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ വിജയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ മണ്ഡലത്തിനെ ചർച്ചയാക്കി. ടൈസൺ മാഷിനെ പോലുള്ള ആൾ വന്നപ്പോൾ ആ മണ്ഡലം ഒരു ചർച്ചയായി. രാകേഷേട്ടപ്പോ പറയുന്നത് മാരാരികുളത്ത് അച്യുതാനന്ദന് പറ്റിയ പോലെ ഒരു സംഭവം വി.ഡി. സതീശൻ ഈ തവണ സംഭവിക്കുന്നതാണോ? ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. മാരാരിക്കുളത്ത് വി.എസ്. അച്യുതാനന്ദൻ എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്കറിയാം. അതിനകത്ത് മുൻപേ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തേണ്ട ആളായിരുന്നു ആയിരിക്കാം. അന്ന് എന്താ സംഭവിച്ചിരിക്കുന്നതിനൊക്കെ നമുക്ക് പല തിയറികളുണ്ട്, നമ്മൾ വിശ്വസിക്കുന്ന ചില തിയറികളുണ്ട്. അതൊരിക്കലും ഇങ്ങോട്ട് വരില്ല. കാരണം ഈ ചോദ്യത്തിന്റെ പിന്നിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല. കാരണം കോൺഗ്രസിൽ ഒന്നിലധികം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ മുഖ്യമന്ത്രി പദമോഹികൾ ഉള്ളത് കൊണ്ട് തന്നെ ആരെങ്കിലും പാലം മലയ്ക്കുവോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ അങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു നല്ല മത്സരം നടക്കും, അത് ഉറപ്പാണ്. പക്ഷേ നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2001 മുതൽ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലഘട്ടത്തിൽ വി.ഡി. സതീശൻ കൃത്യമായി ഭൂരിപക്ഷം പുലർത്തുക മാത്രമല്ല അത് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കരുത്തുറ്റ ഒരു നേതാവാണ് അദ്ദേഹം. അവിടെ ടൈസൺ മാഷിനെ 2 തവണ മത്സരിച്ച് കയ്പമംഗലത്ത് ജയിച്ച ഈ തവണയും കയ്പമംഗലത്ത് നിന്നാൽ ജയിക്കാൻ സാധ്യതയുള്ള ടൈസൺ മാഷിനെ കൊണ്ടുവന്നിട്ട് പുള്ളീനെ ഒതുക്കുകയാണോ CPI എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ അമൃതയുടെ കാര്യം പറയാം. ഇപ്പം ഈ അമൃത ക്രിക്കറ്റ് കാണാറുണ്ടോ? ഇല്ല. 2020 വേൾഡ് കപ്പ് ഫൈനലായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്ത്യ ജയിച്ചല്ലോ. അപ്പോൾ ഈ ഫൈനൽ കണ്ടവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ ഏകപക്ഷീയമായപ്പോഴൊരു കളിയാണ്, ഒരു ത്രില്ലും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഇന്ത്യ പോലൊരു ടീമിനോട് ന്യൂസിലാൻഡിനെ പോലൊരു ടീം വന്ന് മത്സരിച്ചിട്ട് വല്ല ഓസ്ട്രേലിയയോ ദക്ഷിണാഫ്രിക്കയോ ഇംഗ്ലണ്ടോ ഒക്കെ ആയിരുന്നെങ്കിൽ നല്ല മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ന്യൂസിലാൻഡ് മോശം ടീമല്ല. ഇന്ത്യയുടെ ആ ഒരു ഫോം വെച്ചിട്ട് ഇന്ത്യ ആരെയും തോപ്പിക്കും. അപ്പൊ ആ പറഞ്ഞ ടീം ഇന്ത്യയുടെ അതേ ഒരു ഫോമിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് വി.ഡി. സതീശൻ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആരെയും തോപ്പിക്കാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഇപ്പുറത്ത് ആ മത്സരം ത്രില്ലിംഗ് ആവുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ എതിരാളി ശക്തനാകുമ്പോഴാണ്. അങ്ങനെ നേരത്തെ ഈ ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വന്നൊരു നേതാവ് തന്നെയാണ് അദ്ദേഹം. മനസ്സിലായില്ല? ഇപ്പൊ ഉമ്മൻചാണ്ടിക്കൊക്കെ പോലും അവസാന കാലത്ത് ഭൂരിപക്ഷം കുറഞ്ഞു. അപ്പൊ ഇവിടെ അത് എന്തുകൊണ്ട് വന്നു? സതീശന്റെ രാഷ്ട്രീയ നേട്ടം മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു വിയോജിപ്പ് പറയും. കാരണം ഈ പറഞ്ഞ പോലെ എതിരാളി സെമി ഫൈനലിൽ ഇന്ത്യ 250 റൺസ് മേലെ അടിച്ച് നമ്മളൊക്കെ വിചാരിച്ച ഒരു 100 റൺസിന്റെ അടുത്തൊക്കെ, പക്ഷെ അപ്പുറത്ത് ഇംഗ്ലണ്ട് അതുപോലെ തന്നെ അടിച്ച ഒരു അവസാനം വന്നിട്ടാണ് തോറ്റത്. ഞാൻ വിചാരിക്കുന്നത് ഈ ഇത്തവണത്തെ ഈ പറവൂരിലെ മത്സരം ഒരു ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ പോലെ കുറച്ച് ത്രില്ലിംഗ് ഇതിലേക്ക് വരും. രണ്ടാമത്തെ കാര്യം, ഈ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു എന്ന് പറയുമല്ലോ, നമ്മൾ എതിരാളിയും കൂടെ നോക്കണം. പന്ന്യൻ രവീന്ദ്രൻ എപ്പോഴും അമൃത ഞാൻ പറയട്ടെ, പന്ന്യൻ രവീന്ദ്രൻ ഒരു നല്ല നേതാവാണ്, രാഷ്ട്രീയ നേതാവാണ്, നമുക്കൊക്കെ ഇഷ്ടമുള്ള വളരെ
CPI-ന്റെ ഒരു മുഖമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരിക്കലും ഒരു വിജയിയായിട്ടുള്ള ഒരു നേതാവൊന്നും അല്ല. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് വലിയതായിട്ട് ജനങ്ങളെ ആകർഷിക്കാൻ പറ്റും എന്നൊന്നുമില്ല. മാത്രമല്ല പന്ന്യൻ രവീന്ദ്രന്റെ ഒരു പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് അദ്ദേഹം സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹം ഇവിടെ വന്ന് പറവൂര് പോലെ എറണാകുളത്തെ ഒരു മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ അത് നമുക്കറിയാം അവിടെ പിന്നെ അദ്ദേഹത്തിന് വലിയ പെർഫോമൻസ്. ഇങ്ങനെയാണ് ഇങ്ങനെ കഴിഞ്ഞ 25 വർഷമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ CPI-ക്ക് CPM-ന് കൊടുത്തൂടെ? അങ്ങനെ പറ്റത്തില്ല. നമ്മുടെ ഒരു മണ്ഡലം ഇപ്പൊ CPM അങ്ങനെ ഇടതുപക്ഷം അധികാരത്തിൽ എത്തണം എന്ന് പറയുന്നത് CPI-ന്റെ കൂടെ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ CPI-ക്ക് ഇത്ര കാലമായിട്ട് നല്ലൊരു എതിരാളിനെ VD സതീഷിന് മുമ്പിൽ വെക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരു ജോലി നമുക്ക് CPM-നെ ഏൽപ്പിക്കാലോ. നല്ല നേതാക്കൾ അവിടെ ഉണ്ടല്ലോ. അത് നമ്മുടെ പാർട്ടി പരാജയം സമ്മതിക്കുന്നത് തുല്യല്ലേ? ഇപ്പം എനിക്ക് തോന്നുന്നു പക്ഷെ ഇത്ര കാലമായിട്ട് പരാജയമാണല്ലോ. വേറൊരു പക്ഷെ ഒരു അങ്ങനെ ഉണ്ടായിരിക്കും. കാരണം സതീശൻ ഇപ്പൊ 2001 മുതൽ വരുമ്പോഴും എനിക്ക് തോന്നുന്നു 2016 വരെയൊക്കെ വരുമ്പോഴും സതീശൻ ഈ പറയുന്ന പോലെ അത്ര വലിയൊരു ഭീഷണിയാകുന്ന ശ്രദ്ധിച്ചിട്ടില്ല തോന്നിയിട്ടുണ്ടല്ലോ. ഒരു ഇടതുപക്ഷം അവർക്ക് ഒരു ഏറ്റവും വലിയ ഭീഷണി സതീശനായിരിക്കുമല്ലോ, VD സതീശനായിരിക്കും. ഇപ്പൊ ഇത്ര ഇതിലേക്ക് അദ്ദേഹം വളർന്നു വന്നു അവർ ചിന്തിച്ച് കാണിച്ചില്ല. അവർ ഇപ്പോഴായിരിക്കും സതീശൻ എന്ന് പറയുന്ന ഒരു ശത്രുവിനെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. അപ്പൊ അവര് 10 വർഷം എനിക്കൊന്നും അത്രയായി കാണുള്ളൂ. അപ്പോഴത്തേക്കായിരിക്കും അവർ ചിലപ്പോ ഒന്ന് പ്ലാൻ മാറ്റിയത്. അപ്പോഴും ഈ പ്ലാൻ മാറ്റാൻ CPI തയ്യാറല്ല. ടൈസൺ മാഷ് നല്ലൊരു നേതാവ് തന്നെയാണ്. മാസ്റ്ററേക്കാൾ പ്രബലരായിട്ടുള്ള ആൾക്കാർ CPM-ൽ ഉണ്ടല്ലോ, CPIM-ൽ CPM-ലോ അതല്ല ഒരിക്കലും അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഒരു പാർട്ടിയും ഒരു കേവലം രാകേഷ് ഏട്ടൻ സമ്മതിക്കാത്തൊരു വിഷയമായിട്ടല്ല. അത് എനിക്ക് തോന്നുന്നില്ല. അത് ഇപ്പൊ RSP പോലത്തെ ഒരു പാർട്ടി ആണെങ്കിൽ പോലും അവരുടെ ഒരു സിറ്റിംഗ് സീറ്റ് മറ്റൊരു പാർട്ടിക്ക് കൊടുക്കും എന്ന് ചിന്തിക്കുന്നില്ല. അത് അവർ തന്നെ സ്വാർത്ഥതയായിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ ഏറിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, VD സതീശൻ ജയിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയാണ്. ഇല്ല അതൊരിക്കലും ഇല്ല. CPI-ക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല. പക്ഷെ CPI-ക്ക് ഉണ്ടോ നമ്മൾ ആ ഒരു ആക്ഷേപം CPI-ക്ക് ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ നമ്മളെപ്പോഴും പന്ന്യൻ രവീന്ദ്രന്റെ കാര്യം പറയുന്നു. പക്ഷെ ഈ PKയുടെ മോള് ഉണ്ട്, ആദരണീയനായ PKയുടെ മോള് ശാരദാ മോഹൻ. എനിക്കൊന്നും CPI-ക്കാർക്ക് പോലും അറിയത്തില്ല. അപ്പൊ അവരെ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയപ്പോഴത്തേക്ക് CPI നല്ല രീതിയിലുള്ള വിമർശനം കേട്ടു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിമർശനം നല്ലതായിട്ട് കേട്ടു. അപ്പം CPM-ന്റെ ഭാഗത്തു നിന്നൊക്കെ CPM-ന്റെ ഭാഗത്തുനിന്ന് എനിക്കറിയില്ല, പക്ഷെ അണികളുടെ ഭാഗത്തു നിന്നൊക്കെ എന്താ ഈ CPM ഈ സീറ്റ് എടുക്കണം എന്നുള്ളൊരു ആവശ്യം വന്നിരുന്നു. അപ്പം ആ പ്രഷറും ആ സമ്മർദ്ദവും ആ തിരിച്ചറിവും പാർട്ടിക്ക് CPI-ക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവര് ടൈസൺ മാഷിനെ പോലത്തെ ഒരു കാൻഡിഡേറ്റിനെങ്കിലും അവിടെ കൊണ്ട് നിർത്തിയത്. അത് തന്നെ. അപ്പൊ ഒരു ടൈറ്റ് ആക്കണം എന്ന് കരുതിയിട്ട്. പക്ഷേ രേഷേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇത്രയും CPI-ന്റെ അതായത് ഇടതും കോൺഗ്രസും ഒരേപോലെ നിന്ന് മത്സരിച്ച് പ്രബലരായിട്ടുള്ള ആൾക്കാർ വന്നൊരു മണ്ഡലം തന്നെയാണ് പറവൂര്. പക്ഷേ ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് VD സതീശൻ ഇങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായി ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ആ ഒരു സമയത്ത് ഈ വോട്ടുകൾ, അതായത് CPI-ന്റെ വോട്ടുകൾ പോലും കോൺഗ്രസിലേക്ക് പോയിട്ടില്ലേ VD സതീശന് കൂട്ടായിട്ട് എന്നുള്ളൊരു സംശയം സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവില്ലേ? ഉണ്ടാവാം. അപ്പോൾ CPI ആയിട്ടുള്ള ആൾക്കാർ മാറി കുത്തിയിട്ടുണ്ട്. കാരണം അപ്പുറത്തുള്ളത് അത്ര നല്ലതല്ല എന്നുള്ള ബോധ്യം അവർക്കുള്ളത് കൊണ്ടല്ലേ. അത് CPI-യുടെ CPM-ന്റെ വോട്ട് മാത്രം പോയതല്ല. നമ്മളിപ്പം BDJS ആണ് അവിടെ മത്സരിക്കുന്നത്, BJP കഴിഞ്ഞിട്ട്. അപ്പൊ BDJS-ന്റെ ഒക്കെ നോക്കുമ്പോൾ 2016 അവർക്ക് എനിക്ക് തോന്നുന്നത് ഒരു 17% വോട്ടുകൾ ഉണ്ടായിരുന്നു. 2021 വരുമ്പോൾ അതൊരു 8% കുറയുക. അപ്പൊ ആ BDJS-ന്റെ വോട്ടെന്ന് പറഞ്ഞാൽ BJP-യുടെ വോട്ടായിരിക്കും. മനസ്സിലായില്ലേ? അല്ലാതെ BDJS-ന് അവിടെ എന്താ? അപ്പൊ ആ വോട്ട് സതീശൻ വാങ്ങിക്കുന്നുണ്ടായിരിക്കും. വേറൊരു കാര്യം കൂടി ചോദിക്കുകയാണെങ്കിൽ, ചിത്രത്തിലില്ലാത്തതാണ്, എന്നാലും BJP-യുടെ പറവൂരുള്ള ഒരു അവസ്ഥ എന്താണ്? അല്ല, BJP അല്ല മത്സരിക്കുന്നത്, BDJS-ന്റെ സീറ്റാണ്. അപ്പം എനിക്ക് തോന്നുന്നു BDJS മത്സരിക്കുമ്പോൾ അവിടെ BJP-യുടെ വോട്ട് മുഴുവൻ അങ്ങോട്ട് പോകുന്നു. അവിടെ മാത്രമല്ല, ഒരു മണ്ഡലത്തിലും പോകാറൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ BDJS-നും BJP-ക്കും അവിടെ വലിയൊരു റോളൊന്നുമില്ല. അവിടുത്തെ മത്സരം ടൈസൺ മാഷ് നമ്മളെ ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ ഒരു നല്ല ഓപ്ഷൻ ആണെന്ന് ചോദിച്ചില്ലേ? നല്ലൊരു ഓപ്ഷനാണ്. കാരണം ടൈസൺ മാഷ് ശരിക്കും പറഞ്ഞ ഒരു പാർട്ടി കുടുംബത്തിൽ ജനിച്ച് പാർട്ടിക്കാരനായിട്ട് വളർന്ന ആളൊന്നുമല്ല. അദ്ദേഹം കയ്പമംഗലത്തെ ഒരു ഇടവലങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു അധ്യാപകനൊക്കെ ആയിരുന്നു. എനിക്ക് VK രാജ, സഖാവ് VK രാജ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഒരു കണ്ടെത്തലാണ് ടൈസൺ മാഷ്. ടൈസൺ മാഷിന് അവിടെ പഞ്ചായത്തിൽ മത്സരിപ്പിച്ച് പഞ്ചായത്ത് മെമ്പറാകുന്നു, ബ്ലോക്ക് മെമ്പറാകുന്നു, ജില്ലാ പഞ്ചായത്ത് മെമ്പറാകുന്നു. പിന്നെ അദ്ദേഹത്തിന് തന്നെ നാടായ കയ്പമംഗലത്ത് 2 തവണ MLA ആക്കുന്നു. അപ്പം ഈ ചില ആൾക്കാർ ടൈസൺ മാഷിനെ ബലി കഴിച്ചു. ഒരിക്കലും അല്ല, അദ്ദേഹത്തിന് ഇങ്ങനെ സ്ഥാനാംഗങ്ങൾ കൊടുത്ത് 2 തവണ MLA ഒതുക്കുമല്ല. ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം 2 ടേമേ ഉള്ളൂ.
CPI ഇത് വെച്ചിട്ട് 2 ടൈമേ ഉള്ളൂ. 2 ടൈം കൊടുത്തു. അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഇതും കൂടെ കൊടുത്തു, ഒരു അവസരം കൂടെ കൊടുക്കുക. അപ്പൊ മാഷ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, റിസ്ക് ആണ്. എങ്കിലും ആ റിസ്ക് ഏറ്റെടുത്ത് വരുന്ന ഒരു പോരാളിയായിട്ടാണ് ഞാൻ നോക്കുന്നത്. മാത്രമല്ല മാഷിനെ അങ്ങനെ വെറുതെ എഴുത്തള്ളാൻ പറ്റത്തില്ല. കാരണം ഈ ഇവിടുത്തെ ലത്തീൻ വോട്ടുകളൊക്കെ ഉണ്ട് പറവൂര്. മാഷിന് ആ കാര്യത്തിലൊക്കെ സ്വാധീനം ചെലുത്താൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മത്സരം കടുപ്പിക്കും. ആ രീതിയിൽ നമ്മൾ പൊളിറ്റിക്കലി നോക്കുമ്പോൾ മത്സരം കടുക്കും. കാരണം ഈ ക്രിസ്ത്യൻ വോട്ടുകളിൽ അദ്ദേഹത്തിന് വരാം. പിന്നെ ഈ സംഭവിക്കാൻ സാധ്യതയില്ലെങ്കിൽ പോലും ഈ NSSും ഈ വെള്ളാപ്പള്ളി ഒക്കെ സതീശിനെതിരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പൊ ഇദ്ദേഹം ഒരു ജനകീയനായിട്ടുള്ള ഒരു പൊതു സ്വീകാരനായിട്ടുള്ള ഒരു ആളും കൂടെയാണ് ടൈസൺ മാഷ്. അപ്പൊ അതും കൂടെ വെച്ച് നോക്കും. പിന്നെ പറവൂരും കൈപ്പമംഗലം അയൽക്കാരനാണല്ലോ, ഇപ്പൊ വലിയ ദൂരമൊന്നും ഇല്ലല്ലോ, അയൽവക്കക്കാരനാണ് മത്സരിച്ചാല്. ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. മുൻപത്തെ CPI സ്ഥാനാർത്ഥികളെ വച്ച് നോക്കുമ്പോൾ ടൈസൺ മാഷ് വളരെ ടൈറ്റായിട്ടുള്ളൊരു മത്സരം സതീശന് കാഴ്ചവെക്കും. അമൃത, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഇത്തവണത്തെ പറവൂരത്തെ മത്സരം അത് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2020 വേൾഡ് കപ്പിലെ ഫൈനൽ മത്സരം പോലെ ഇതൊരു ഏകപക്ഷീയമായിട്ട് മത്സരം ആകില്ല. മറിച്ച് സെമി ഫൈനൽ പോലെ, അതായത് ഇന്ത്യ ഇംഗ്ലണ്ട് ഏറ്റുമുട്ടിയതുപോലെ തന്നെ ഇത് വളരെ ത്രില്ലടിപ്പിക്കുന്ന ഒരു മത്സരം തന്നെയായിരിക്കും ഇത്തവണ പറവൂര് നടക്കാൻ പോകുന്നത്. രാകേഷ് ചേട്ടൻ്റെ അഭിപ്രായം ത്രില്ലടിപ്പിക്കുന്ന മത്സരമാണ് പറവൂര് നടക്കുക എന്നാണ്. പക്ഷേ എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് കാണാം.